ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നും വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഞായറാഴ്ച വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് കടി ദോശ, സാമ്പാർ, ചമ്മന്തി കേട്ടോ. സാമ്പാർ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ണങ്ങളൊന്നുമില്ല, പരിപ്പും തക്കാളിയും ഉള്ളി ഇട്ടിട്ട് സിമ്പിളായിട്ടൊരു പരിപ്പ് സാമ്പാറാട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്നൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമല്ലേ. അപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരണ്ടടുപ്പിൽ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായ ശേഷം ഞാൻ ബിരിയാണിന്ന് പറഞ്ഞപ്പോൾ വേഗം അത് എടുത്ത് മാറ്റിട്ടോ, പിന്നെ അരി ഇടാനൊന്നും നിന്നില്ല. അങ്ങനെ സാമ്പാർ കുക്കറിലൊക്കെ പരിപ്പും എല്ലാം ആക്കിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് കുക്കറിലാക്കി കരണ്ടടുപ്പിൽ വേഗം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഗ്യാസ് അടുപ്പിൽ നമ്മൾ തക്കാളി ചട്നി ഉണ്ടല്ലോ, തക്കാളി ചട്നി ഒന്ന് കടുക് വറുത്തെടുക്കുകയാണ് കേട്ടോ. കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ആദ്യം ഞാൻ തക്കാളിയും ഉള്ളി പച്ചമുളക് ഇടാറില്ല, മുളക് പൊടി കേട്ടോ, കുറച്ച് മുളക് പൊടി അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ടാലും നല്ല രസം കേട്ടോ. വറ്റൽമുളകാണ് രസം ഉണ്ടാകുക. നമ്മൾ ഈ തക്കാളി ചട്നിക്കൊക്കെ വറ്റൽമുളക് ഇട്ടിട്ട് അരക്കാവും കൂടുതൽ രസം കേട്ടോ. അപ്പം നമ്മളടുത്ത് അതില്ലാത്ത കാരണം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തക്കാളി ചട്നിയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്ത് കടുക് വറുത്ത് അവിടെ വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് ദോശ തന്നെ ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കുക, എളുപ്പക്കടി ദോശയാണ് അല്ലേ. ദോശയും പുട്ടും എനിക്ക് എളുപ്പം അതാണ് കേട്ടോ. അതുകൊണ്ട് പച്ചരി കിട്ടിയതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് കുറച്ച് പച്ചരിയൊക്കെ കിട്ടി, അതുകൊണ്ട് കേട്ടോ ദോശ തന്നെ 2 ദിവസമായിട്ട് ദോശ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഒന്ന് നല്ല ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ 2 ഞാനും ചെറിയ മോനും കഴിക്കാൻ നിൽക്കണുള്ളൂ. മറ്റവരൊക്കെ ഒന്ന് എണീറ്റൊക്കെ അവിടെ ഫോണും നോക്കിയൊക്കെ ഇരിക്കുക കേട്ടോ, അവർക്ക് ടൈം ആവണുള്ളൂ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഞങ്ങൾക്കുള്ളത് മാത്രം ചുട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ പരിപ്പ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് പരിപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. അത് അങ്ങോട്ട് ഒഴിച്ചാൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി തക്കാളി ചമ്മന്തി കേട്ടോ, അഥവാ തക്കാളി ചട്നി എന്നും പറയും, ചമ്മന്തി എന്നും പറയട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ നല്ല അടിപൊളി നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി, ഒരുപാട് ലൂസായിട്ടൊന്നുമില്ല കേട്ടോ, പരിപ്പല്ലേ. അപ്പോൾ നല്ല രസമുള്ളൊരു സാമ്പാറാട്ടോ. ഇത് ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇതിലേക്കും നല്ല രസമാണ് ഇങ്ങനെ ഒരു സാമ്പാർ. കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വെറും ഉള്ളിയും തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുക കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ കടുക് വറുക്കുമ്പോഴാണ് സാമ്പാർ പൊടിയും കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എന്തായാലും നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാക്ക് ചിക്കനും സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ വേഗം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി ഒന്ന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദം ബിരിയാണി കേട്ടോ വെക്കണത്. ചിക്കനൊന്നും പൊരിക്കാതെ അങ്ങനെ ഇട്ടിട്ടുള്ളൊരു ദം ബിരിയാണി കേട്ടോ. മലബാർ സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അറിയില്ല, എന്നാലും അറിയുന്ന രീതിയിൽ കുറച്ചൊക്കെ അങ്ങോട്ട് ചെയ്ത് ഉണ്ടാക്കിട്ടോ. പക്ഷെ നല്ല സംഭവം നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ മോനാണ് കേട്ടോ കറിവേപ്പില കുറേ അങ്ങോട്ട് ഉള്ളി അരിഞ്ഞ് കിട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബിരിയാണി വെക്കുമ്പോൾ കറിവേപ്പില തണ്ടോട് കൂടിയായിട്ട് ഇടുക. അപ്പോൾ മോന് അതിലൊക്കെ അങ്ങോട്ട് ഊരി പറിച്ച് ഇല മാത്രമാക്കി അങ്ങോട്ട് വെച്ചിരിക്കണം. അപ്പോൾ ഇതുപോലൊരു കുടുക്കിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ഈ ഒരു കുടുക്കിയിൽ ഉള്ളത് 1 കിലോൻ്റെ അരിക്കുള്ളത് വെക്കണുള്ളൂ കേട്ടോ. നമുക്ക് ഉച്ചക്കും ഉണ്ടാവും, പിന്നെ വൈകിട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ. 1 കിലോനൊക്കെ വെച്ച് ഇഷ്ടം പോലെയാണല്ലോ.
അങ്ങനെ ഇതാ ഇറച്ചിക്കുള്ള ആദ്യം നമ്മൾ മസാല റെഡിയാക്കി എടുക്കട്ടെ. അതിനായിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഗ്രേവിക്കാണ് ചിക്കൻ ആദ്യം നമ്മൾ വെക്കുമല്ലോ, എന്നിട്ടല്ലേ ദമ്മിടുക. അപ്പോൾ പട്ട, ഗ്രാമ്പ്, പിന്നെ ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ ദം ബിരിയാണിക്ക് നമ്മൾ ഗരം മസാല പൊടി ഇടാതെ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച പൊടി ഇടുകയാണെങ്കിൽ വെറൈറ്റി ഒരു രസം ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു മസാലക്ക് ഞാൻ മുളക് പൊടി ഇടാറില്ല കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടിയല്ലോ ചതക്കുക. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ അതിന് എരിവിന് അത്യാവശ്യം ഉണ്ടാകും. പിന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ എരിവും ഉണ്ടാവുമല്ലോ, അപ്പോൾ പാകത്തെ എരിവായിട്ട് വരും. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ റെഡിയാക്കി എല്ലാ പൊടികളും ഇട്ട് വഴറ്റി നമ്മളിതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ദമ്മിടുന്ന ടൈമിൽ അതിൻ്റെ ആവിയോ ഇതൊന്നും എങ്ങോട്ട് പോവില്ല. അങ്ങനെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ മസാലയൊക്കെ നല്ല റെഡിയാക്കിയിട്ട് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരണം. അപ്പോഴത്തേന് നമുക്ക് ചോറ് വെക്കാം കേട്ടോ. ചോറ് ഞാൻ കുക്കറിലാണ് വെക്കണത്, നമ്മൾ തിളപ്പിച്ച് വേവിക്കുകയല്ല കേട്ടോ ചെയ്യണത്. അങ്ങനെ ഇതാ ചോറൊക്കെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഞാൻ വെച്ചിട്ട് വിസിൽ അടുപ്പിക്കാതെ എടുക്കണം കേട്ടോ. നമ്മളെ ബിരിയാണി അരിയല്ലേ, അപ്പോൾ അത് പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും വിസിൽ അങ്ങോട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം കേട്ടോ. അപ്പോഴേ പിന്നെ ചോറൊക്കെ നല്ല റെഡിക്ക് സെറ്റായി കിട്ടുള്ളൂ. പിന്നെ ചോറ് നമ്മളതിൽ വെക്കുമ്പോൾ ഒരു നുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തമ്മിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. ചോറ് ഇങ്ങനെ ഒന്നൊന്നിങ്ങനെ ഒട്ടിയിട്ട് കട്ടാവില്ല. അപ്പോൾ കുക്കറിൽ അരിയിടുന്നവർ ഒരു തുള്ളി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുക്കറിൽ അരിയുടെ ഒപ്പം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വറ്റ് നല്ല വിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അതാ നമ്മളെ മസാല ഒക്കെ സെറ്റായ ശേഷം നമ്മൾ ദമ്മിട്ടു കേട്ടോ. ചോറൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് നല്ല പാകത്തൊരു വേവ് തന്നെയാണ്. ഇനി ദമ്മിലും കൂടി ഒന്ന് കടന്നതാകുമ്പോൾ സെറ്റാവും കേട്ടോ. അപ്പോൾ അതാ ഇത്രയുമാണ് 1 കിലോന് അരിയുടെ ചോറാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ഈ ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ ദമ്മിടാറ് കേട്ടോ. അതാവുമ്പോൾ അടി കുണ്ടുള്ള പാത്രമാകുമ്പോൾ നമ്മളിങ്ങനെ ദമ്മിടുമ്പോൾ ആവി പുറത്തേക്ക് പോവുന്നല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ആ സ്മെല്ലൊന്നും അങ്ങനെ പുറത്ത് പോവില്ല. പിന്നെ 2 ലെയറായിട്ടാണ് ഞാൻ ദമ്മിട്ടിട്ടുള്ളത്. ആദ്യം കുറച്ച് ചോറ്, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, മല്ലിയും ചപ്പ്, ഉള്ളി വറുത്തത് അങ്ങനെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇട്ടിട്ടാണ് ഇങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി മലബാർ സ്പെഷ്യൽ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് ഇതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മലബാർ സ്പെഷ്യൽ ദം ബിരിയാണി പറഞ്ഞാൽ ഇതുപോലെ പൊരിക്കാതെ ചിക്കൻ വെക്കണതിനാണ് പറയുന്നത് തോന്നുന്നു. പൊരിച്ച ചിക്കൻ വയ്ക്കുമ്പോൾ അതൊരു പേര് രസമല്ല കേട്ടോ. അപ്പോൾ ദം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇറച്ചി പൊരിക്കാതെ ഇട്ട് മസാല ആക്കിയിട്ട് അതിൽ ചോറിങ്ങനെ കൊട്ടിയിട്ട് എടുക്കുന്നതാണ് ദം ബിരിയാണി. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി ബിരിയാണി ഉണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇറച്ചിയൊക്കെ നല്ല സെറ്റായി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ബിരിയാണീൻ്റെ മണം കേട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കളൊക്കെ പറയുന്നുണ്ട് എന്നും വെക്കണ പോലത്തെ ഒരു സ്മെല്ല് മണമല്ല, എന്നൊരു വെറൈറ്റി മണമുണ്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അധികം പൊരിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ വേറൊരു സ്മെല്ലല്ലേ ഉണ്ടാവുക. ഇതുപോലെ ആകുമ്പോൾ നല്ലൊരു മണം കേട്ടോ. നല്ല രസമുള്ളൊരു മണം. ആ മണം കിട്ടിയാൽ തന്നെ നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ചെറിയ മോന് ഇതാ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് വേണ്ടി ഇതാ വേഗം ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ. സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, വിശപ്പൊക്കെ തുടങ്ങുന്ന ടൈമായി. 1:30-2 മണിയൊക്കെ കഴിക്കണം കേട്ടോ ചോറായപ്പോൾ. അപ്പോൾ ഞായറാഴ്ച ആവുകൊണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടൊക്കെ ആശ്വാസപ്പണിയല്ലേ എടുക്കുള്ളൂ. അത് കാരണം കുറച്ച് വൈകിട്ടോ. അപ്പോൾ എന്തായാലും മോനിതാ ഉള്ള ബിരിയാണിയൊക്കെ ഒന്ന് എടുത്തു കൊടുക്കട്ടെ. അപ്പോൾ നല്ല അച്ചാറുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തൈരിട്ടോ. പപ്പടം ഉണ്ടായിരുന്നില്ല, പപ്പടത്തിന് പോവാൻ പറഞ്ഞിട്ട് മക്കൾക്കൊന്നും പിന്നെ പറഞ്ഞു പപ്പടം വേണ്ട, നിങ്ങൾ അച്ചാറും തൈരിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അതന്നെ മതിയല്ലോ നമുക്ക്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ബിരിയാണി കഴിക്കുമ്പോൾ തൈര് മാത്രം മതി. ഇനിയിപ്പോൾ അച്ചാറൊന്നുമില്ലെങ്കിൽ പപ്പടമൊന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും ഞാനത് കഴിക്കില്ല കേട്ടോ അങ്ങനെ അധികം. അങ്ങനെ അതാ മോന് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ. ബിരിയാണിയൊക്കെ ആകുമ്പോൾ ആൾ അടുക്കളയിൽ നിന്ന് പോവില്ല, പൂച്ചക്കുട്ടികളെ പോലെയാണ് കേട്ടോ, മണത്തിങ്ങനെ നടക്കും.
അങ്ങനെ ഇതാ നമ്മളെ കാക്കുനും കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോന് ചോറ് കഴിക്കണം കണ്ടപ്പോൾ എന്നാൽ എനിക്കും എടുത്തള, അപ്പോൾ പിന്നെ എനിക്ക് ഒരു ഭാഗത്ത് പോയി കിടന്നുറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ രണ്ടാളെ ഇങ്ങോട്ട് സെറ്റാക്കി കൊടുക്കട്ടെ. ഇനിയാണ് നമുക്ക് കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ, പിന്നെ കുളിക്കണം, തുടച്ചിട്ടുണ്ടായിരുന്നില്ല, കുളിയും ഒക്കെ കഴിയണം കേട്ടോ. അലക്കലും ഇതൊക്കെ ഞാൻ രാവിലെ നേരത്തെ തീർത്തിക്കണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.